താരിഫ് പ്രശ്നം അത്ര നിസ്സാരമായി കാണണ്ട. അമേരിക്ക കാരണം ലോകത്തൊരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അമേരിക്ക ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കടം. കടം എന്ന് പറഞ്ഞാൽ ചെറിയ കടമൊന്നുമല്ല, $37 ട്രില്യൺ. ഇത് എത്രമാത്രം വലുതാണെന്ന് അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. 24,000 കോടി രൂപയാണ് അവർ ദിവസേന കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. ഇതൊരു വർഷത്തേക്ക് കണക്കാക്കിയാൽ $1 ട്രില്യൺ. ഇനി ഇവരെങ്ങനെയാണ് കടം തിരിച്ചടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനായി അവർ ബോൺസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ബോൺസ് വാങ്ങുന്നവർക്കൊക്കെ ഇൻട്രസ്റ്റും കൊടുക്കണം. ഇത് അവരെങ്ങനെ ഒപ്പിക്കും? അതിനായി 2 ഓപ്ഷൻസാണ് അമേരിക്കക്കുള്ളത്. ഒന്നാമതായി കൂടുതൽ സമ്പാദിക്കുക. അങ്ങനെ സമ്പാദിക്കാനുള്ള ശ്രമങ്ങളിൽ പെട്ടതാണ് താരിഫ് വർധന. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ളത് ഡെപ്റ്റ് റീഫിനാൻസ് ചെയ്യുക എന്നതാണ്. ഇനി ഡെപ്റ്റ് റീഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായി വീണ്ടും ബോൺസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ ആ ബോൺസ് ആളുകൾ വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ആളുകൾ ഈ ബോൺസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ സമാനമായ ഇൻട്രസ്റ്റ് റേറ്റ് ഈ ബോൺസ് ഓഫർ ചെയ്യണം. പക്ഷേ അമേരിക്ക അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ആളുകൾ ബോൺസ് വാങ്ങുന്നതിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിൻവലിക്കും. അത് അമേരിക്ക സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് കാരണമായി. അങ്ങനെ സംഭവിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമാവും. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.